പുതിയ ചാപ്റ്റർ അല്ല, നമ്മൾ പഠിച്ച ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, 2009 മുതൽ 2020 വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 2009 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സം എക്കണോമിക് വേരിയബിൾസ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം in a table based on two branches of economics. Give suitable title to the column. താഴെ തന്നിരിക്കുന്ന സംജ്ഞകളെ ഉചിതമായി തരംതിരിച്ച് പട്ടിക രൂപത്തിൽ എഴുതുക. പട്ടികയിലെ കോളങ്ങൾ ഉചിതമായ തലവാചകം നൽകുക. ടു ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചതല്ലേ, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മൈക്രോ മാക്രോ എന്ന് രണ്ട് ടേബിൾ ഉണ്ടാക്കുക, രണ്ട് കോളം ഉണ്ടാക്കുക. എന്നിട്ട് ഈ തന്നിരിക്കുന്ന ടേംസിനെ ക്ലാസിഫൈ ചെയ്യുക. ഫസ്റ്റ് ജനറൽ പ്രൈസ് ലെവൽ, പൊതു വില നിലവാരം. അഗ്രഗേറ്റ് കൺസംഷൻ, മൊത്തം ഉപയോഗം. റെന്റ് ഫോർ എ ഹൗസ് ഇൻ എ സിറ്റി, ഒരു പട്ടണത്തിലെ ഒരു വീടിന്റെ വാടക. ഡിമാൻഡ് ഫോർ ഫിഷ് ഇൻ എ ലോക്കൽ മാർക്കറ്റ്, പ്രാദേശിക വിപണിയിലെ മത്സ്യത്തിന്റെ ചോദന. നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഇതിൽ ഏതൊക്കെയാണ് മൈക്രോയിൽ വരിക? ഒരു വീടിന്റെ വാടക, അതൊരു വീടിനെ സംബന്ധിച്ച കാര്യമാണ്, സ്മോൾ തിങ് ആണ് അല്ലെ. അപ്പൊ അത് മൈക്രോയിൽ വരും. പിന്നെ എന്താണ് വരുന്നത്? ഡിമാൻഡ് ഫോർ ഫിഷ് ഇൻ എ ലോക്കൽ മാർക്കറ്റ്, ഒരു പ്രാദേശിക ഭാഗത്തെ മീനിന്റെ വില, മത്സ്യത്തിന്റെ വില. അത് രണ്ടും എന്തിൽ വരുന്നതാണ്? മൈക്രോ എക്കണോമിക്സ് ആണ്. ഇനി മറ്റേത് നോക്കൂ, മറ്റേ രണ്ട് ടേംസ് എന്താണ്? ജനറൽ പ്രൈസ് ലെവൽ, പൊതു വില നിലവാരമാണ്, മൊത്തത്തിലുള്ള വില നിലവാരമാണ്. അത് ഏതിൽ വരും? മാക്രോ എക്കണോമിക്സിൽ വരും. അഗ്രിഗേറ്റ് കൺസംഷൻ, നമ്മൾ മൈക്രോ മാക്രോ ഡിഫറൻസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അഗ്രിഗേറ്റ്, നാഷണൽ, ടോട്ടൽ എന്നുള്ള വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ഉദാഹരണമാണ്? മാക്രോ എക്കണോമിക്സിന്റെ ഉദാഹരണമാണ്. ക്ലിയർ ആയല്ലോ? ഇനി 2009 തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ബൈ ഗിവിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന ആശയം ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ഓക്കെ, എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ദ കോസ്റ്റ് ഓഫ് ഫോർഗോൺ ആൾട്ടർനേറ്റീവ് ഈസ് കോൾഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നും പറയും. ഇനി ഒരു ഉദാഹരണം പറയൂ. ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് സിനിമ ഐ ബോട്ട് എ ബുക്ക് ഫോർ ₹100 യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ 100 രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു. ആ രൂപ ഒരു സിനിമ കാണുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഒരു പുസ്തകം വാങ്ങി. അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് ഉദാഹരണമാണ്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് 2009 ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി 2010 മാർച്ചിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്. ക്ലാസിഫൈ ദ എക്കണോമിക് വേരിയബിൾസ് അണ്ടർ സ്യൂട്ടബിൾ ഹെഡ്സ്. വീണ്ടും മൈക്രോ മാക്രോനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ല, ഇത് 100% എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ടേംസ് ഏതാന്ന് നോക്കുക. ഇന്റർനാഷണൽ ട്രേഡ്, പ്രൈസ് തിയറി, എക്കണോമിക് ഗ്രോത്ത്, പാർഷ്യൽ എക്വിലിബ്രിയം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അന്താരാഷ്ട്ര വാണിജ്യം, വില സിദ്ധാന്തം, സാമ്പത്തിക വളർച്ച, പാർഷ്യൽ എക്വിലിബ്രിയം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, വിഭവങ്ങളുടെ വിതരണം. ഇതിൽ ചില ടേംസ് നിങ്ങൾക്ക് പരിചയമില്ലാത്തതുണ്ടാവും, അത് വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും. ഇതിൽ നോക്കാൻ നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ ഏതൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക? പ്രൈസ് തിയറി എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിന്റെ വേറൊരു പേര് തന്നെയാണ് അല്ലെ, പ്രൈസ് തിയറി. ഓക്കെ, ദെൻ പാർഷ്യൽ എക്വിലിബ്രിയം ഇതിൽ വരുന്നതാണ്, മൈക്രോ എക്കണോമിക്സിൽ വരുന്നതാണ്. അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഏതിൽ വരും? മൈക്രോ എക്കണോമിക്സിൽ വരുന്നതാണ്. ഇനി മാക്രോ എക്കണോമിക്സിൽ വരുന്നത് എന്തൊക്കെയായിരിക്കും? അന്താരാഷ്ട്ര വാണിജ്യം, ഇന്റർനാഷണൽ ട്രേഡ്, ഹോൾ ആയിട്ടുള്ള കാര്യമാണ്. എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, നമ്മുടെ രാജ്യത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് എന്നുള്ള ടൈം കണ്ടാൽ തന്നെ നമുക്ക് എന്തെഴുതാം? മാക്രോ എക്കണോമിക്സിലാണെന്നുള്ളത് മനസ്സിലാക്കാം. ക്ലിയർ? അടുത്ത ചോദ്യം 2011 സേ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം നോക്കുക. കാറ്റഗറൈസ് ദ ഫോളോയിങ് വേരിയബിൾ ഇൻ ടു ദ ടു ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. വീണ്ടും മൈക്രോ മാക്രോ എക്കണോമിക്സിനെ കാറ്റഗറൈസ് ചെയ്യാനുള്ള ടേംസ് വന്നിട്ട് ഉത്തരം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ടേംസ് വായിക്കാം. ഇമ്പോർട്ട്സ് ഓഫ് എ കൺട്രി, പ്രൈസ് ഓഫ് ഗോൾഡ്, എക്സ്ചേഞ്ച് റേറ്റ്, നാഷണൽ സേവിങ്സ്, ആവറേജ് റവന്യൂ, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഫിസിക്കൽ ഡെഫിസിറ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്. ഒരു രാജ്യത്തിന്റെ ഇറക്കുമതി, സ്വർണവില, വിനിമയ നിരക്ക്, ദേശീയ സമ്പാദ്യം, ശരാശരി വരുമാനം, ഉപഭോക്താവിന്റെ വരുമാനം, ഫിസ്ക്കൽ കമ്മി, സീമാന്ത ഉൽപ്പന്നം. ഇതില് ഏതൊക്കെയായിരിക്കും മൈക്രോ എക്കണോമിക്സിൽ വരുന്നുണ്ടാവുക? പ്രൈസ് ഓഫ് ഗോൾഡ്, ഗോൾഡിന്റെ മാത്രം വില പറയുന്നുള്ളൂ. അപ്പൊ അതെന്തിൽ വരും? മൈക്രോ എക്കണോമിക്സിൽ വരും. ആവറേജ് റവന്യൂ, ശരാശരി വരുമാനമാണ് ചോദിച്ചിരിക്കുന്നത്, അതും മൈക്രോ എക്കണോമിക്സിൽ വരുന്നതാണ്. ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഒരു ഉപഭോക്താവിന്റെ വരുമാനം. മാർജിനൽ പ്രൊഡക്റ്റ്, സീമാന്ത ഉൽപ്പന്നം. മാർജിനൽ പ്രൊഡക്റ്റ് ഒക്കെ എന്താണെന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനിയിപ്പോ മാക്രോ എക്കണോമിക്സിൽ ഏതൊക്കെയായിരിക്കും വരിക? ഇമ്പോർട്ട്സ് ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിന്റെ ഇറക്കുമതി. എക്സ്ചേഞ്ച് റേറ്റ്, വിനിമയ നിരക്ക്, രാജ്യാന്തരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ വിനിമയ നിരക്ക്. നാഷണൽ സേവിങ്സ്, ദേശീയ സമ്പാദ്യം.
ഫിസിക്കൽ ഡെഫിസിറ്റ്, ഫിസിക്കൽ കമ്മി. അപ്പൊ ഇതെല്ലാം എന്തിൽ വരും? മാക്രോ എക്കണോമിക്സിൽ വരും. ഇനി 2011 എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി ക്യാൻ ബി ഡെപ്പിക്റ്റഡ് ബൈ. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഇങ്ങനെ ചിത്രീകരിക്കുവാൻ കഴിയും. എങ്ങനെ? ഓപ്ഷൻസ് പറയാം. എ ഷിഫ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രം ഫ്രോണ്ടിയർ ഔട്ട്വാർഡ്. ഉൽപാദന സാധ്യത വക്രത്തിന്റെ മുകളിലേക്കുള്ള ചലനം. ചോദ്യം എന്താണ്? സാമ്പത്തിക വളർച്ചയെ ഡെപ്പിക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. അടുത്ത ഓപ്ഷൻ, എ മൂവ്മെന്റ് ഫ്രം ഇൻസൈഡ് ദ കർവ് ടുവാർഡ്സ് ദ കർവ്. വക്രത്തിന്റെ ഉൾഭാഗത്ത് നിന്നും വക്രത്തിലേക്കുള്ള നീക്കം. സി, എ ഷിഫ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഇൻവാർഡ്. ഉൽപാദന സാധ്യത വക്രത്തിന്റെ അകത്തേക്കുള്ള ചലനം. ആൻഡ് അപ്വേർഡ് മൂവ്മെന്റ് എലോങ് എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഉൽപാദന സാധ്യത വക്രത്തിലൂടെ മുകൾ ഭാഗത്തേക്കുള്ള ചലനം. ഏതാണ് ഗ്രോത്തിനെ കാണിക്കാനായിട്ടുള്ളത്? എ ഷിഫ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രം ഫ്രോണ്ടിയർ ഔട്ട്വാർഡ്. നമ്മൾ ഗ്രോത്ത് കാണിക്കാൻ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കറിന്റെ റൈറ്റ് വേർഡ് ഷിഫ്റ്റിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? ഈസി അല്ലേ ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതും സേ എക്സാമിന് ചോദിച്ചു തന്നെയാണ് കേട്ടോ. 2011 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് 2 ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് ഇസ് നോട്ട് ട്രൂ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ 2 ശാഖകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? മാക്രോ എക്കണോമിക്സ് ഇസ് കൺസേൺഡ് വിത്ത് എക്കോണമി വൈഡ് ഫിനോമിന. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സമ്പദ് വ്യവസ്ഥയിലെ മൊത്തത്തിലുള്ള പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ബി, മൈക്രോ എക്കണോമിക്സ് ഈസ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാക്രോ എക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ നിർമ്മിതിയിലെ ഒരു അടിസ്ഥാന ശിലയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. നെക്സ്റ്റ് ഓപ്ഷൻ, ദ സ്റ്റഡി ഓഫ് വെരി ലാർജ് ഇൻഡസ്ട്രീസ് ഈസ് എ ടോപ്പിക് വിത്തിൻ മാക്രോ എക്കണോമിക്സ്. വളരെ വലിയ വ്യവസായങ്ങളെ കുറിച്ചുള്ള പഠനം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിഷയങ്ങളിൽ വരുന്നു. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് കനോട്ട് ബി എൻറ്റയർലി സെപ്പറേറ്റഡ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും വേർതിരിക്കാൻ കഴിയാത്തതാണ്. ഇതിലേതാണ് ഓപ്ഷൻ വരിക? സ്റ്റഡി ഓഫ് വെരി ലാർജ് ഇൻഡസ്ട്രീസ് ഇസ് എ ടോപ്പിക് വിത്തിൻ മാക്രോ എക്കണോമിക്സ്. വളരെ വലിയ വ്യവസായങ്ങളെ കുറിച്ചുള്ള പഠനം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിഷയങ്ങളിൽ വരുന്നു. വ്യവസായം എന്ന് പറയുന്ന ഒരു മേഖല മാത്രമാണ് അല്ലെ. രാജ്യത്തെ സംബന്ധിച്ചോളം ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളെ മൊത്തത്തിൽ എടുത്ത് പഠിക്കുകയാണെങ്കിൽ എന്താവുള്ളൂ? മാക്രോ എക്കണോമിക്സ് ആവുള്ളൂ. ഇവിടെ ഇൻഡസ്ട്രീസിനെ പറ്റി മാത്രമല്ലേ പഠിക്കുന്നുള്ളൂ. സോ ഇതെന്താണ്? മൈക്രോ എക്കണോമിക്സിന്റെ ഒരു ഫീച്ചറായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഇതാണ് വരിക. മാക്രോ എക്കണോമിക്സിന്റെ പാർട്ടാണെന്ന് പറയുന്നത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മേക്ക് ഔട്ട് എ ലിസ്റ്റ് ഓഫ് 2 തിങ്സ് യു ഡിഡ് യെസ്റ്റർഡേ. വാട്ട് വാസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഈച്ച് വൺ. നിങ്ങൾ ഇന്നലെ ചെയ്ത 2 കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. അതിൽ ഓരോന്നിന്റെയും അവസരാത്മക ചിലവ് എന്തായിരുന്നു? എന്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള എക്സാമ്പിൾസ് കൊടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത്, ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് സിനിമ ഐ ബോട്ട് എ ബുക്ക് ഫോർ ₹100 യെസ്റ്റർഡേ. നേരത്തെ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ഡെഫിനിഷനിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നില്ലേ? അത് നമുക്ക് ഇവിടെ എഴുതാം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ₹100 കൊണ്ട് ഒരു സിനിമയ്ക്ക് പോകാന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന് പോയില്ല. പിന്നെ പകരം എന്ത് ചെയ്തു? നമ്മളൊരു പുസ്തകം വാങ്ങി. അപ്പൊ അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ സിനിമ കാണുക എന്നുള്ളത് വേണ്ടാന്ന് വെച്ചു. ഇനി നെക്സ്റ്റ് ഒരു ഉദാഹരണം കൂടി വേണല്ലോ. എന്താ എഴുതാം നമ്മള്? ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് ന്യൂ ഡ്രസ് ഐ പെയ്ഡ് ദ ഇലക്ട്രിസിറ്റി ചാർജ് ഓഫ് മൈ ഹൗസ് ₹500 യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ എനിക്കൊരു ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് എടുക്കാതെ എന്ത് ചെയ്തു? ആ ₹500 കറണ്ട് ബില്ല് അടച്ചു. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾസ് എഴുതാട്ടോ. ഞാൻ 2 പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മാർച്ച് 2011 ചോദിച്ച ചോദ്യമാണ്. കാറ്റഗറൈസ് ദ ഫോളോയിങ് ഇൻ എ ഗിവൺ ടേബിൾ അണ്ടർ ദ ഗിവൺ ടൈറ്റിൽ. ടേംസ് ഇതാണ്: വേജ് റേറ്റ് ഓഫ് KSRTC വർക്കർ, നാഷണൽ സേവിംഗ് റേറ്റ്, ആവറേജ് കോസ്റ്റ്, ഇൻഫ്ലേഷൻ. വളരെ എളുപ്പമാണ് അല്ലെ മാക്രോ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ. KSRTC വർക്കറുടെ വേജ് റേറ്റ് എന്തിലാ വരിക? മൈക്രോ എക്കണോമിക്സ്. ദെൻ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതിലാ വരിക? മൈക്രോ എക്കണോമിക്സ്. നാഷണൽ സേവിംഗ് റേറ്റ്, നാഷണൽ എന്നുള്ള വേർഡ് ഉണ്ട് അവിടെ. അപ്പൊ അത് നമ്മൾ എന്തിലാ എഴുതുക? മാക്രോ എക്കണോമിക്സിൽ എഴുതും. ദെൻ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, അതും മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ്. സോ അതും ഏതിൽ വരും? മാക്രോ എക്കണോമിക്സിൽ വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മാർച്ച് 2011 ചോദിച്ച ചോദ്യമാണ്. ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് എക്കോണമി ഓർ എക്കണോമിക് സിസ്റ്റം. സമ്പദ്ഘടന അല്ലെങ്കിൽ സാമ്പത്തിക സംവിധാനത്തെ തിരിച്ചറിയുക. സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം റിഗാർഡിംഗ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആർ സോൾവ്ഡ് ത്രൂ പ്രൈസ് മെക്കാനിസം. ഏത് എക്കോണമിയിലാണ് പ്രൈസ് മെക്കാനിസം യൂസ് ചെയ്ത് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുക? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? മാർക്കറ്റ് എക്കോണമി ഓർ ക്യാപിറ്റൽ എക്കോണമി. 2 പേരുണ്ടെന്ന് അറിയാലോ. അപ്പൊ ആൻസർ എന്താണ്? 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാർക്കറ്റ് എക്കോണമി ഓർ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്ത് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്? പ്രൈസ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി
2012 എക്സാമിന് ചോദിച്ച ചോദ്യമാണ് വായിക്കുന്നത്. സം സിറ്റുവേഷൻസ് ആർ ഗിവൺ ബിലോ. ചില സാഹചര്യങ്ങൾ തന്നിരിക്കുന്നു. ഫസ്റ്റ് സിറ്റുവേഷൻ ഇതാണ്. ദ ഫ്ലഡ് ഡിസ്ട്രോയ്സ് സം അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്. വെള്ളപ്പൊക്കം ചില കാർഷിക സാഹചര്യങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു. അടുത്ത സിറ്റുവേഷൻ ഇതാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. പുതുതായി ചില ഉൽപാദന ഉപാധികൾ അവതരിപ്പിച്ചിരിക്കുന്നു. മൂന്നാമത്തെ സിറ്റുവേഷൻ ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സിഡി ഓൺ ഇലക്ട്രിസിറ്റി ചാർജസ്. വൈദ്യുതി നിരക്കിൽ ഒരു സബ്സിഡി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹൗ ഈച്ച് ഓഫ് ദ സിറ്റുവേഷൻസ് എഫക്ട് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓഫ് എൻ എക്കോണമി. ഈ മൂന്ന് സിറ്റുവേഷൻസും എങ്ങനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്? ഫ്ലഡ് ഡിസ്ട്രോയ് സം അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. സ്വാഭാവികമായും നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ റിസോഴ്സസ് കുറെ നഷ്ടപ്പെടും അല്ലെ? അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഗ്രോത്ത് കാണിക്കാനല്ലേ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നാശനഷ്ടങ്ങൾ വരുമ്പോൾ റിസോഴ്സസ് നഷ്ടപ്പെടുകയാണ്. സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അടുത്ത സിറ്റുവേഷൻ നോക്കൂ. ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഡെവലപ്മെന്റ് ആണ് അവിടെ കാണിക്കുന്നത് അല്ലെ? അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മൂന്നാമത്തെ സിറ്റുവേഷൻ നോക്കുക. ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സിഡി ഓൺ ഇലക്ട്രിസിറ്റി ചാർജസ്. അതും നമുക്കൊരു നേട്ടമാണ്. വൈദ്യുതി നിരക്കിൽ സബ്സിഡി അനുവദിക്കുന്നു. സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മാർച്ച് 2012 ചോദിച്ച ചോദ്യമാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. നമുക്ക് രണ്ട് ടേബിൾ തന്നിട്ടുണ്ട്. രണ്ട് കോളം വിട്ടിട്ടുണ്ട്. ആ രണ്ട് കോളം നമ്മൾ ഫില്ല് ചെയ്യണം. കോളം 1 പറഞ്ഞിരിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി. കോളം 2 ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് എക്കോണമി. എന്താണ്? സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെയും ഏതെങ്കിലും രണ്ട് ഫീച്ചേഴ്സ്, നമ്മൾ 4 പഠിച്ചിരുന്നു. ഏതെങ്കിലും രണ്ട് ഫീച്ചേഴ്സ് നമുക്ക് എഴുതാം. നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? സോഷ്യലിസ്റ്റ് എക്കോണമി ആണെങ്കിൽ ഗവൺമെന്റ് ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പബ്ലിക് സെക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം. പിന്നെന്താ? മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ എന്ത് എഴുതാം? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ് കൂടുതൽ പ്രാധാന്യം. പ്രൈവറ്റ് സെക്ടറിനാണ്. അതുപോലെ പ്രൈസ് മെക്കാനിസം യൂസ് ചെയ്താണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സെൻട്രലി പ്ലാനിലാണെങ്കിൽ എന്താണ്? എക്കണോമിക് പ്ലാനിംഗ് മുഖാന്തരമാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അങ്ങനെ പോയിന്റ്സ് 4 പഠിച്ചിരുന്നു നമ്മൾ. അതിൽ ഏതെങ്കിലും 2 നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. 2 ചോദിച്ചിരിക്കുന്നത് ഇവിടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മാർച്ച് 2013 ചോദ്യമാണ്. മെൻഷൻ ദ അപ്രോപ്രിയേറ്റ് ടേം. ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് വിച്ച് സ്റ്റഡീസ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്സ്. വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും വിശകലനം ചെയ്യുന്ന സാമ്പത്തിക ശാസ്ത്രശാഖ ഏതാണ്? വ്യക്തിഗതം, ഇൻഡിവിജ്വൽ. മൈക്രോ എക്കണോമിക്സ് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2014 ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കൂ. ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി all important decisions regarding production, exchange and consumption are taken by. സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ ഈ ഡിസിഷൻസ് എടുക്കുന്നത് ആരാണ്? ദ ഗവൺമെന്റ്. അടുത്ത ഓപ്ഷൻ ദ മാർക്കറ്റ്. ഓപ്ഷൻ സി ഐദർ എ ഓർ ബി. ഓപ്ഷൻ ഡി ദ സെൻട്രൽ ബാങ്ക്. ആരാണ്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ഗവൺമെന്റ്, ദ സെൻട്രൽ ബാങ്ക് എന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. സെൻട്രൽ എന്നുള്ള വാക്ക് കാണുമ്പോൾ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ തെറ്റ് ചെയ്താൽ നിൽക്കരുത്. നമുക്കറിയാവുന്ന ഫീച്ചറാണ്. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. ഈ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പല എക്സാമിനും മാറി മാറി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഗവൺമെന്റ് ആൻസർ വരുന്ന തരത്തില് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് 1 വേർഡിൽ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്റ്റിംഗ്വിഷ് ദ ഫോളോയിങ് എക്കണോമിക് സിസ്റ്റം. എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി, ബി മാർക്കറ്റ് എക്കോണമി. താഴെ കൊടുത്തിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകളെ വിവേചിക്കുക. കേന്ദ്രാസൂത്രിത സമ്പദ് വ്യവസ്ഥ, കമ്പോള സമ്പദ് വ്യവസ്ഥ. 2 എക്കോണമിയുടെയും ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. നമ്മൾ 4 ഫീച്ചേഴ്സ് വെച്ച് പഠിച്ചിട്ടില്ലേ? അപ്പൊ ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് എഴുതാം. അത്രയേ ഉള്ളൂ അവിടെ എഴുതാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ചോയ്സ് ഓഫ് ടെക്നോളജി ഈസ് അസോസിയേറ്റഡ് വിത്ത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, നൺ ഓഫ് ദീസ്. ഇത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ചോയ്സ് ഓഫ് ടെക്നോളജി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? എപ്പോഴാണ് നമ്മൾ ആലോചിക്കുക ഏത് ടെക്നോളജി യൂസ് ചെയ്യണം എന്നുള്ളത്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് വരുമ്പോഴല്ലേ ഹൗ ടു പ്രൊഡ്യൂസുമായി റിലേറ്റ് ചെയ്തതാണ് എന്ത്? ചോയ്സ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, മാർച്ച് 2017 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി? ഓപ്ഷൻസ് വായിക്കാം. വേജസ് ആൻഡ് പ്രൈസസ് ആർ അഡ്മിനിസ്ട്രേഡ് ബൈ ദ ഗവൺമെന്റ്. ഓപ്ഷൻ ബി private ownership of means of production. Option C production takes place for exchange. Option D sales and purchase of labor services at a price is called wage rate. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് കൂലിയും വിലകളും നിയന്ത്രിക്കുന്നത് സർക്കാരാണ്.
ഓപ്ഷൻ ബി ഉൽപാദന ഉപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലാണ്. ഓപ്ഷൻ സി ഉൽപാദനം കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ഓപ്ഷൻ ഡി തൊഴിലിന്റെ വാങ്ങലും വിൽക്കലും കൂലിയെ അടിസ്ഥാനമാക്കിയാണ്. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ആർക്കും റോളില്ല, ഗവൺമെന്റിന് റോളില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേജസ് ആൻഡ് പ്രൈസസ് ആർ അഡ്മിനിസ്ട്രേറ്റ് ബൈ ദ ഗവൺമെന്റ് എന്നാണ്. അപ്പൊ അതാണ് ആൻസർ കേട്ടോ. Draw an imaginary production possibility frontier and mark a point which represents fuller utilization of resources and a point which represents underutilization of resources. നമ്മളോട് ഒരു സാങ്കല്പിക ഉൽപാദന സാധ്യത അതിര് വരച്ച് വിഭവങ്ങളുടെ പൂർണ്ണ വിനിയോഗ ബിന്ദുവും വിഭവങ്ങളുടെ അപര്യാപ്ത വിനിയോഗ ബിന്ദുവും അടയാളപ്പെടുത്തുക. എങ്ങനെയായിരിക്കും കർവ് വരിക? നോക്കൂ, ഈ കർവ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുക. ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതാണ് എന്ത്? ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ വിഭവങ്ങൾ മുഴുവൻ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ പോയിന്റ് എവിടെയായിരിക്കും വരിക? ഈ കർവിന്റെ താഴെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം അല്ലെ. കർവിന്റെ താഴെ ഏത് ഭാഗത്തായാലും അതെന്താണ്? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. നമുക്കിനി 2019 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് എക്കോണമി. കമ്പോള സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എഴുതുക. 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഫീച്ചേഴ്സ് എഴുതുക. ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക് അനാലിസിസ്. താഴെ തന്നിരിക്കുന്നവയെ സൂക്ഷ്മ സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര ശാഖകളിലേക്ക് തരംതിരിക്കുക. ഇൻകം ഓഫ് എ ഹൗസ് ഹോൾഡ്, ദ പോളിസി ഓഫ് RBI, പ്രോഫിറ്റ് ഓഫ് എ മോണോപ്പൊളി ഫേം, കാൽക്കുലേഷൻ ഓഫ് GDP ഓഫ് എ നാഷൻ. നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ. ഇൻകം ഓഫ് എ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരും, മൈക്രോ എക്കണോമിക്സിൽ വരും. പോളിസി ഓഫ് RBI നമ്മുടെ കേന്ദ്ര ബാങ്കിന്റെ നടപടികൾ രാജ്യത്തിന് മൊത്തത്തിൽ ബാധിക്കുന്നതാണ്. അപ്പൊ അതേതിലായിരിക്കും വരിക? മാക്രോ എക്കണോമിക്സിലായിരിക്കും വരിക. പ്രോഫിറ്റ് ഓഫ് എ മോണോപ്പൊളി ഫേം, കുത്തക സംരംഭത്തിന്റെ ലാഭം, ഇതിൽ വരും, മൈക്രോ എക്കണോമിക്സിൽ വരും. ദെൻ കാൽക്കുലേഷൻ ഓഫ് GDP ഓഫ് എ നേഷൻ, ഒരു രാജ്യത്തിന്റെ GDP കണക്കാക്കുന്നത് എന്തിലാണ് വരിക? മാക്രോ എക്കണോമിക്സിലായിരിക്കും വരിക. അതും 2 മാർക്കിന്റെ തന്നെ ചോദ്യമാണേ. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. എക്സ്പ്ലെയിൻ റീസൺസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ദ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും കാരണങ്ങളും വിവരിക്കുക. നമ്മൾ പഠിച്ചതല്ലേ റീസൺസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ടെക്സ്റ്റിൽ കൊടുക്കുന്നുണ്ട്. വാട്ട് ആർ ദ റീസൺസ്? അൺലിമിറ്റഡ് വാണ്ട്സ്, then scarcity of resources, alternative uses of resources, priority of the resources. ഇതാണ് കാരണങ്ങൾ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക്. ഇനി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഇത്രയും എഴുതി നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 മാർക്ക് കിട്ടും. ഈ മോഡൽ എക്സാമിന് 2019 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഇതിൽ 7 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. 2020 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്: The important feature of a centrally planned economy. Options: market mechanism, government decisions, individual decisions, profit motive. കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന സവിശേഷത കമ്പോള സംവിധാനം, ഗവൺമെന്റ് തീരുമാനങ്ങൾ, വ്യക്തിഗത തീരുമാനങ്ങൾ, ലാഭപ്രേരകം. എന്താണ്? ഗവൺമെന്റ് ഡിസിഷൻസ്, ഗവൺമെന്റിന്റെ തീരുമാനങ്ങളാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ ഉണ്ടാവുക. വേറൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്: ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. 3 മാർക്കിന്റെ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറും സെയിം ആണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ 3 മാർക്കിന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ ഡെഫിനേഷൻ എഴുതണം. ദെൻ ഒരു PPC വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഈ വർഷം ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഓൾ ഇമ്പോർട്ടന്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് ബൈ ഓപ്ഷൻസ്: ഗവൺമെന്റ്, മാർക്കറ്റ്, ബോത്ത് ഗവൺമെന്റ് ആൻഡ് മാർക്കറ്റ്, നൺ ഓഫ് ദിസ്. ഒരു കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ മുഖ്യ സാമ്പത്തിക പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണോ? കമ്പോളമാണോ? ഗവൺമെന്റും കമ്പോളവും കൂടിയാണോ? ഇതൊന്നുമല്ല. നമ്മൾ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ വന്നില്ലേ കഴിഞ്ഞ എക്സാമിന്? ഗവൺമെന്റ് ആണ് ആൻസർ കേട്ടോ. ഇതൊരു ചോദ്യം: ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. നമുക്ക് ടേംസ് തന്നിട്ടുണ്ട്: എക്കണോമിക് ഗ്രോത്ത്, ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ജനറൽ പ്രൈസ് ലെവൽ, പ്രോഫിറ്റ് ഓഫ് എ ഫേം. വളരെ ഈസി ആയിട്ടുള്ള ടേംസ് ആണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നിങ്ങനെ തരംതിരിക്കുക. സാമ്പത്തിക വളർച്ച, വ്യക്തിഗത ചോദനം, പൊതുവില നിലവാരം, ഒരു ഉൽപാദക യൂണിറ്റിന്റെ ലാഭം. ഇതിൽ ഏതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ വരിക?
ഇൻഡിവിജ്വൽ ഡിമാൻഡും പ്രോഫിറ്റ് ഓഫ് എ ഫേം മൈക്രോ എക്കണോമിക്സിൽ വരും. എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ജനറൽ പ്രൈസ് ലെവൽ ഏതിൽ വരും? മാക്രോ എക്കണോമിക്സിൽ വരും. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കിട്ടിയില്ലേ മൈക്രോ എക്കണോമിക്സിന്റെയും മാക്രോ എക്കണോമിക്സിന്റെയും? നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന എക്സാമ്പിൾസിനെ എല്ലാം ഒരുമിച്ചാക്കി വെക്കുക. അതായത് മൈക്രോ എക്കണോമിക്സിന് ഒരു ഹെഡിങ് കൊടുക്കുക. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ വന്നിട്ടുള്ള മൈക്രോ എക്കണോമിക്സിന്റെ എക്സാമ്പിൾസ് ഒരുമിച്ച് എഴുതി വെക്കുക. അതുപോലെ മാക്രോ എക്കണോമിക്സിന്റെ ചെയ്യുക. അങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് എക്സാമിന്റെ ടൈമിൽ റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിൽ നിന്നുള്ള ടേംസ് തന്നെയായിരിക്കും മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ ഫോർ ഗുഡ് എക്സ് ആൻഡ് വൈ ഈസ് ഗിവൺ ബിലോ. ഗുഡ് എക്സിന്റെയും ഗുഡ് വൈയുടെയും ഉൽപാദന സാധ്യത പട്ടിക തന്നിരിക്കുന്നു. ഡിഫൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഉൽപാദന സാധ്യതാ വക്രം നിർവചിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ PPC. ഉൽപാദന സാധ്യതാ വക്രം വരയ്ക്കുക. ടേബിൾ നോക്കി, ഇവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ABCDEF വരെയുള്ള സാധ്യതകളാണുള്ളത്. ഗുഡ് എക്സിന്റെ 0, 1, 2, 3, 4, 5, ഗുഡ് വൈ 15, 14, 12, 9, 5, 0. നമുക്ക് ഇങ്ങനെ ഡാറ്റ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിഫൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഡെഫിനിഷൻ? പോസിബിലിറ്റി curve or frontier is defined as a curve which shows the various combination of two commodities that can be produced with given technology and resources which are fully and efficiently utilized. നിലവിലുള്ള സാങ്കേതിക വിദ്യയും വിഭവങ്ങളും പൂർണ്ണമായ തോതിലും കാര്യക്ഷമമായ തോതിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്ത സംയോജനങ്ങൾ കാണിക്കുന്ന വക്രത്തിനാണ് ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഡ്രോ ദ PPC. നമുക്ക് ഈ തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡയഗ്രാം വരയ്ക്കണം. എങ്ങനെയാണ് നോക്കി, ഈ ഡയഗ്രാം നോക്കൂ നിങ്ങൾ. നമുക്ക് ഗുഡ് എക്സ് ഗുഡ് വൈ തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ വരയ്ക്കുക. ഒരു കാര്യം പറഞ്ഞു തന്നിരുന്നു ടീച്ചർ, ഏത് പ്രൊഡക്റ്റ് ആണ് എക്സ് ആക്സിസിൽ കൊടുക്കേണ്ടത്, ഏത് പ്രൊഡക്റ്റ് ആണ് വൈ ആക്സിസിൽ കൊടുക്കേണ്ടത്. സാക്രിഫൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണോ അതാണ് വൈ ആക്സിസിൽ വരിക. അപ്പൊ ഇവിടെ ടേബിൾ നോക്കി, ടേബിളിൽ ഏതാണ് സാക്രിഫൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്? ഗുഡ് വൈ ആണ് അല്ലെ. ഓരോ യൂണിറ്റ് ഗുഡ് എക്സ് കൂടുതൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഗുഡ് വൈയുടെ വാല്യൂസ് ആണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് ആക്സിസില് ഗുഡ് എക്സും വൈ ആക്സിസിൽ ഗുഡ് വൈയും മാർക്ക് ചെയ്യുക. ഫസ്റ്റ് കോമ്പിനേഷൻ നോക്കുക. ഗുഡ് എക്സ് 0 ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിച്ചിരുന്നപ്പോൾ ഗുഡ് വൈയുടെ 15 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിരുന്നു. അതിവിടെ മാർക്ക് ചെയ്യുക. ദെൻ അടുത്ത കോമ്പിനേഷൻ എന്താ വരിക? ഗുഡ് എക്സിന്റെ 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഗുഡ് വൈയുടെ 14 യൂണിറ്റ് ആയി കുറഞ്ഞു. ദെൻ ഗുഡ് എക്സിന്റെ 2 യൂണിറ്റ് ഗുഡ് വൈയുടെ 12 യൂണിറ്റ് അത് ഇവിടെ മാർക്ക് ചെയ്യുക. ദെൻ ഗുഡ് എക്സിന്റെ 3 യൂണിറ്റ് ആയി കൂടിയപ്പോൾ ഗുഡ് വൈ എത്രയായിട്ട് കുറഞ്ഞു? 9 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. ഗുഡ് എക്സ് 4 യൂണിറ്റ് ആയിട്ട് കൂടിയപ്പോൾ 9ൽ നിന്നും ഗുഡ് വൈയുടെ പ്രൊഡക്റ്റ് 5 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. ദെൻ എക്സ് 5 യൂണിറ്റ് ആയിട്ട്, മാക്സിമം 5 യൂണിറ്റ് ആണ് എക്സിന്റെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുക. അപ്പോൾ വൈയുടെ പ്രൊഡക്റ്റ് ഒന്നുമില്ല. സോ എക്സ് ആക്സിസിൽ വരും ആ കോമ്പിനേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കോമ്പിനേഷൻസിനെ യോജിപ്പിച്ച് വരയ്ക്കുക. ഓരോ പോയിന്റിലും ആ കോമ്പിനേഷൻസ് ABCD എന്ന് കൊടുക്കുക. ഇതാണ് എന്ത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇങ്ങനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കേണ്ടത്. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ ഇസ് ഗിവൺ ബിലോ. നമുക്കൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. ഒരു ഉൽപാദന സാധ്യതാ പട്ടിക താഴെ തന്നിരിക്കുന്നു. എക്സ് വൈ എന്നുള്ള ടേബിൾ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം കാൽക്കുലേറ്റ് MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണക്കാക്കുക. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് PPC. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ വാല്യൂ നോക്കിയിട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, ഇവിടെ നോക്കൂ. എക്സിന്റെ വാല്യൂസും വൈന്റെ വാല്യൂസും തന്നിട്ടുണ്ട്. ഇവിടെ എക്സ് വാല്യൂസ് ആണ് സാക്രിഫൈസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. MOC എങ്ങനെ മാർക്ക് ചെയ്യാം? ഇവിടെ എക്സ് ആദ്യത്തെ ഒന്നുമില്ല, 0 പ്രൊഡക്ഷൻ ആണ് വൈയുടെ. എക്സ് 18 യൂണിറ്റ് മുഴുവൻ നമ്മൾ ഉത്പാദിപ്പിക്കുന്നു. ആ 18 യൂണിറ്റിൽ നിന്ന് നമ്മൾ വൈയുടെ 1 യൂണിറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി 15 ആക്കി കുറച്ചു എക്സിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ എത്ര യൂണിറ്റ് അവിടെ കുറച്ചു? ഈ 18ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിന്റെ MOC എന്ന് പറയുന്നത് അല്ലെ. സോ ആൻസർ എന്ത് വരും? 3 വരും. ദെൻ അടുത്ത പ്രൊഡക്റ്റ് 1 യൂണിറ്റ് കൂടി കൂട്ടുകയാണ് വൈയുടെ പ്രൊഡക്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ എക്സിന്റെ വീണ്ടും 3 യൂണിറ്റ് കുറച്ചു. അപ്പൊ MOC എന്താണ്? 3 വരുന്നു. വീണ്ടും 1 യൂണിറ്റ് കൂടി കൂട്ടിയപ്പോ എക്സിന്റെ വീണ്ടും 3 യൂണിറ്റ് കുറച്ചു. അപ്പൊ ഇവിടെ നമുക്ക് ടേബിൾ നോക്കുമ്പോൾ കാണാം, ഓരോ യൂണിറ്റ് കൂട്ടാൻ വേണ്ടി ഓരോ പ്രാവശ്യവും എക്സിന്റെ 3 യൂണിറ്റ് വെച്ചാണ് കുറച്ചിരിക്കുന്നത് അല്ലെ. കോൺസ്റ്റന്റ് ആയിട്ടാണ് കുറവ് വന്നിരിക്കുന്നത്. നമ്മൾ
പറഞ്ഞിരുന്നു MOCയുടെ വാല്യൂവും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പും തമ്മിൽ റിലേറ്റഡ് ആണ്. എങ്ങനെയാണ്? MOC കൂടുമ്പോൾ PPC കോൺകേവ് ആയിരിക്കും, MOC കുറയുമ്പോൾ PPC കോൺവെക്സ് ആയിരിക്കും. MOC കോൺസ്റ്റന്റ് ആണെങ്കിൽ PPC കർവ് എങ്ങനെയായിരിക്കും? ലീനിയർ ലൈൻ ആയിരിക്കും അല്ലെ? X ആക്സിനെയും Y ആക്സിനെയും ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ ആയിരിക്കും എന്ത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇവിടെ ആൻസർ എന്താ വരിക? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് ലീനിയർ ഷേപ്പ് ആയിരിക്കും എന്നാണ് നമ്മൾ എഴുതേണ്ടത്. MOCയുടെ വാല്യൂസ് കണ്ടുപിടിച്ച് എഴുതുക, ദെൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എന്താണെന്ന് എഴുതുക. ക്ലിയർ? അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് പുതിയ ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.